അമ്മേ, അമ്മയ്ക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ജാതക ദോഷമുള്ളവളെ കാണാനില്ലെന്ന്. ആര്? ലക്ഷ്മിയോ? അതെ അമ്മേ, രാവിലെ അമ്പലത്തിൽ പോകാനെന്നോ മാർക്കറ്റിൽ പോകാനെന്നൊക്കെ പറഞ്ഞു പോയതാ. അവൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലെന്നാ കരുണമോള് പറഞ്ഞേ. ഇനിയിപ്പോ എന്തെങ്കിലും അപകടം പറ്റി കാണുവോടാ? അവക്കല്ല അപകടം പറ്റിയിരിക്കുന്നേ, ആ കണ്ണനാ. അവരൊന്നിച്ചാണോ പോയേ? ഓ അമ്മയെ, അവൻ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, ഈ വീൽ ചെയർ ഉരുട്ടി കളിച്ചോണ്ട്. ലക്ഷ്മി ഒളിച്ചോടിയാ പിന്നെ ആർക്കാ അമ്മയോ അപകടം ഉണ്ടാവുന്നേ? ഓ അങ്ങനെ. പ്രിയപ്പെട്ട ഭാര്യയെ വന്നാട്ടെ വന്നാട്ടെ. നിന്റെ സ്നേഹനിധിയായ മോളെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? എന്റെ മോൾ എവിടെ പോയി? ആർക്കറിയാം? അവളുടെ ഭർത്താവ് വിശാലമനസ്കനായ ഒരുത്തനാണല്ലോ. അവന് കല്യാണം കഴിച്ചപ്പോ തന്നെ മനസ്സിലായി നിന്റെ മോളെ പോലെ ഒരുത്തി അവന്റെ മടിയിൽ ഒതുങ്ങത്തില്ലാന്ന്. അതുകൊണ്ട് ആ ലോകത്താരും ചെയ്യാത്ത പ്രവൃത്തി അവൻ ചെയ്തേ. അമ്മയ്ക്ക് കാര്യം മനസ്സിലായോ? മനസ്സിലായി, എനിക്ക് കാര്യം മനസ്സിലായി. അവളെ ആ സാഗരത്തിന്റെ കൂടെ കറങ്ങി നടക്കുകയല്ലായിരുന്നോ? അതെ അമ്മേ, അവള് കറങ്ങി കറങ്ങി ഇപ്പൊ അവനെയും കറക്കി എടുത്തോണ്ട് പോയെന്നാ എനിക്ക് തോന്നേ. എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ല. ഓ എടി 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 എടി, ഒന്ന് അടങ്ങടി. നിന്റെ ആദ്യ ഭർത്താവ് പോയ 4ന്റെ അന്ന് നീ ഇവനെ കെട്ടിയില്ലേ? ആ കഥയൊന്നും അമ്മ പറയണ്ട. അമ്മയ്ക്കും പ്രതാപേട്ടനും നന്നായിട്ട് അറിയാം എന്റെ കല്യാണം എങ്ങനെയാ നടന്നേന്ന്. എങ്ങനെയല്ലേ നടന്നോ? ഡേ, ഇവന്റെ ചെറുപ്പത്തിലാ എന്റെ കെട്ടിയോൻ പോയത്, എന്നിട്ട് ഞാൻ വേറെ കെട്ടിയോ? അമ്മയുടെ സ്വഭാവം തന്നെ മോള് കാണിച്ചു. അവള് ഇത്രയും ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ എന്റെ മോള് വിശേഷം അറിയിച്ചോടെ അവ കിളക്കം തുടങ്ങി മോഹിനി. പിന്നെ അവള് മനസ്സിലങ്ങ് ഉറപ്പിച്ചു അവക്കൊരു കുഞ്ഞു വേണമെന്ന്. അത് ഈ ജന്മം കണ്ണോടൊപ്പം കഴിഞ്ഞാൽ നടക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവള് കൃത്യസമയത്ത് തന്നെ ആ സാഗറിനൊപ്പം അങ്ങ് ഒളിച്ചോടി പോയതാ. സത്യം അറിയാതെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓ എടി, ഇതിന് സത്യം അറിയാൻ ഒന്നുമില്ലടി. എടി, ഇപ്പൊ ഇവൻ പറഞ്ഞതൊക്കെ തന്നെയാണ് സത്യം. കുറച്ചു ദിവസം കഴിയുമ്പോ അവള് നിന്നെ വിളിക്കും, അമ്മേ ഞാനും സാഗറും സുഖമായിട്ട് ജീവിക്കും അമ്മേ. മരിച്ചാലും എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് മരിക്കാത്തവരുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞേ. നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് പ്രതാപേട്ടനും അമ്മയും അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്റെ മോളെ എനിക്കറിയാം. കണ്ണനല്ലാതെ ഈ ജന്മത്തിൽ എന്റെ മോൾക്കൊരു ഭർത്താവ് ഉണ്ടാവില്ല. അതിനിപ്പോ ആരൊക്കെ വിചാരിച്ചാലും ശരി. സമ്മതിച്ചു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.